പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് ശാലോം ടിവിയുടെ മുമ്പിലിരുന്ന് വചനം ശ്രവിക്കാൻ കാത്തു നിൽക്കുന്ന ഓരോ ഹൃദയങ്ങളെയും, ഓരോ കുടുംബങ്ങളെയും, അവിടെ നിയോഗങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പൂർണ്ണമായി സമർപ്പണം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഇന്ന് നമ്മോട് ഓരോരുത്തരോടുമായി ആമുഖമായ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരാശ്വാസം തോന്നും. വെളിപാടിൻ്റെ പുസ്തകം 21 അധ്യായം 4 തിരുവാക്യം അതിപ്രകാരമാണ്: അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനിമേൽ മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടായിരിക്കുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. പഴയതെല്ലാം കടന്നുപോയി. കണ്ണീരോടെ ഈ വചനം ശ്രവിച്ചാരൊക്കെയോ ഞാൻ കാണുന്നു. ഈശോ പറയുന്നു, അവരുടെ കണ്ണുകളിൽ നിന്ന് ഞാൻ കണ്ണുനീർ കണങ്ങൾ തുടച്ചു മാറ്റും. എത്രയോ കാര്യങ്ങൾക്ക് പൊട്ടിക്കരഞ്ഞിട്ടുള്ളവരാണ് ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്ന പലരും. ഈശോ നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്നുണ്ട്, നമ്മുടെ കണ്ണുനീര് തുടച്ചു മാറ്റുവാൻ, നമ്മുടെ ദുഃഖങ്ങൾ എടുത്തു മാറ്റുവാൻ, നമ്മുടെ വേദനകൾ എടുത്തു മാറ്റുവാൻ. പഴയതെല്ലാം കടന്നുപോയി ഒരു പുതിയ ജീവിതാവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ദൈവമായ കർത്താവ് നമ്മുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ വസ്തുതകളുണ്ട്. നമുക്ക് ചെന്നെത്താൻ പറ്റാത്ത കുറേ മേഖലകളുണ്ട്. ഉദാഹരണത്തിന്, നമുക്ക് ഒരു കുഴി കുഴിക്കാം, വെള്ളമുണ്ടാകണമെന്നില്ല. നമുക്കൊരു വിത്ത് നടാം, പക്ഷേ അതിനെ വളർത്താൻ നമുക്ക് സാധിക്കുകയില്ല. അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണത്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം കൂടെ നടക്കുന്ന ഒരു അനുഭവം ആർക്കൊക്കെ അനുഭവവേദ്യമായി തീരുന്നുവോ അവർക്കൊക്കെ കർത്താവ് കൊടുക്കുന്ന അനുഗ്രഹമാണ് മധുരഭാഷണം. മധുരഭാഷണം. പ്രിയപ്പെട്ടവരെ, സൗഹൃദത്തിൻ്റെ കൃപ അനുഭവിക്കാൻ നീ കൊതിക്കുന്നുവെങ്കിൽ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുക. ഓരോ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി ഇരുന്നു കൊണ്ട് ഈശോ പറയുന്നുണ്ട്, സ്നേഹിക്കാനായിട്ട്, എന്നെ അന്വേഷിക്കാനായിട്ട്, എന്നെ ശ്രദ്ധിക്കാനായിട്ട് നീ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരിക. മണിക്കൂറുകളോളം ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അനേകം ഭക്തരെ, ദൈവവിശ്വാസികളെ, കുടുംബങ്ങളെ ജെറുസലേം വചന കൂടാരത്തിൽ ഞാൻ കണ്ടുമുട്ടാറുണ്ട്. ക്രൈസ്തവന്റെ സുഹൃതങ്ങൾ ലോകത്ത് എല്ലായിടത്തും പ്രകാശം പരത്തണമെങ്കിൽ, അവന്റെ സത്പ്രവർത്തികൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ, നമ്മിൽ ഓരോരുത്തരുമുള്ള സ്നേഹം, ദാനം, ആതിഥ്യം, വിധേയത്വം, ചാരിത്ര്യം, മധുരഭാഷണം മറ്റുള്ളവർക്ക് മാതൃകയായി തീരണമെങ്കിൽ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ പോയിരിക്കണം. നമ്മൾ വിചാരിക്കും വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കാം, അത് വലിയ ഒരു കാര്യമാണ് എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദേഷ്യം, കോപം
അത് നല്ല ആയുധമൊന്നുമല്ല ആത്മീയ ജീവിതത്തിൽ. സ്വയം മറ്റുള്ളവരെയും തന്നെയും മുറിപ്പെടുത്തുന്ന ഒരു വൈകല്യമാണ് കോപം, ദേഷ്യം എന്ന് പറയുന്നത്. കോപം ഒരു അലങ്കാരമല്ല, അഹങ്കാരം എന്ന് ഞാൻ പറയട്ടെ. കോപം പരാതിപ്പെട്ടുള്ള ഒരു കരച്ചിലാണത്. മാത്രവുമല്ല, എൻ്റെ ഇഷ്ടക്കുറവിൻ്റെ ഒരു പ്രകടനമാണ് കോപം എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇന്നിതാ ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു, എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. അതിപ്രകാരമാണ്, നാം നന്മ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ ക്രൈസ്തവനും അപ്രകാരമുള്ളവരാണ്. ഞാൻ ചെയ്യാൻ വേണ്ടി, നമ്മൾ ചെയ്യാൻ വേണ്ടി, എൻ്റെ കുടുംബം ചെയ്യാൻ വേണ്ടി, എൻ്റെ മക്കളിലൂടെ ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്ക് വേണ്ടിയിട്ടാണ് മക്കളെ നമ്മെ എല്ലാവരെയും ഈ ഭൂമിയിൽ ദൈവം ജീവിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് ഇന്ന് പറയുന്ന വിഷയം മധുര ഭാഷണം എന്നതിനെ കുറിച്ചാണ്. മധുര ഭാഷണം. വചനം പറയുന്നു, മധുരമൊഴി സ്നേഹിതനെ ആകർഷിക്കുന്നു, മധുര ഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മധുരമൊഴി സ്നേഹിതനെ ആകർഷിക്കുന്നു. മാത്രവുമല്ല, മധുര ഭാഷണം സൗഹൃദം ഉത്തേജിപ്പിക്കുന്നു. ഒരിക്കൽ ഒരു ക്യാമ്പിന് വന്ന കുഞ്ഞ് അന്ന് കുറേ നേരം ഇരുന്ന് സംസാരിക്കുക അവൻ്റെ കൂട്ടുകാരനോട്. എന്തുമാത്രം നേരം ഇരുന്ന് സംസാരിച്ചെന്ന് എനിക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ മോനെ, എന്തിനെക്കുറിച്ച് ഇത്ര നേരം സംസാരിച്ചെന്ന്? കുറേ നേരം അപ്പനെ കുറിച്ച് പറഞ്ഞു, പിന്നെ അപ്പൂപ്പനെ കുറിച്ച് പറഞ്ഞു, പിന്നെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞു, പഠനത്തെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ ഓൾട്ടർ ബോയ് ആണ് ഞാൻ, അവിടെയുള്ള അച്ഛന്മാരെ കുറിച്ച് പറഞ്ഞു, അവിടുത്തെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു പോയത്. അവൻ്റെ കളിയെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മധുരമായ ഭാഷണം. നല്ലൊരു സുഹൃത്ത് എൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ വലിയ സുഖമുണ്ട്. കർത്താവ് പറയുന്നു, മധുര ഭാഷണം നിന്റെ സ്വഭാവമാക്കി മാറ്റണം. ചില സംസാരങ്ങൾ കാരുണ്യ ഭാഷണം എന്ന് ഞാൻ പറയട്ടെ. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃതവും ഹൃദ്യവുമായിരിക്കട്ടെ. ഓരോരുത്തരും എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപരനെ മാനിച്ച് സംസാരിക്കാൻ കഴിയണമെങ്കിൽ കരുണാമസൃണമായ സംസാരം, ഹൃദ്യമായ സംസാരം ഉണ്ടാകണം. അപ്പോഴാണ് നമുക്ക് കരുണയോടുകൂടി സംസാരിക്കാൻ സാധിക്കുക. അധികാരികൾ അധീനരോട് സംസാരിക്കുമ്പോൾ, അമ്മായിയമ്മ മരുമകളോട് സംസാരിക്കുമ്പോൾ, മാതാപിതാക്കൾ മക്കളോട് സംസാരിക്കുമ്പോൾ കരുണാമസൃണമായ സംസാരം എന്നാണ് പറയുന്നത്. മൂന്നാമത് കാണുന്നത് ചൈതന്യ ഭാഷണമുണ്ട്. ചൈതന്യം, നല്ല ചൈതന്യം നിറഞ്ഞ വാക്കുകൾ. വചനം തരുന്നു, എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാം വാക്യം. നിങ്ങളുടെ അധരത്തിൽ നിന്ന് തിന്മകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾക്കുന്നവർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകുന്ന നല്ല കാര്യങ്ങൾ സന്ദർഭോചിതമായി സംസാരിക്കുക. എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്? അതിനെയാണ് ചൈതന്യ ഭാഷണം എന്ന് പറയുന്നത്. ഒരാളുടെ വാക്ക് കേൾക്കുമ്പോൾ ആത്മീയ ചൈതന്യമുള്ളതായിരിക്കണം. അതുമാത്രമല്ല, അവരുടെ ഉന്നതിക്ക്, ഒരു പുരോഹിതനായിരിക്കാം,
ഒരു സിസ്റ്ററായിരിക്കാം, ഒരു ശുശ്രൂഷകനായിരിക്കാം. അവരുടെ ഉന്നതിക്ക് സഹായിക്കുന്നത് സന്ദർഭോചിതമായി നീ സംസാരിക്കണമെന്ന്. അതിനെയാണ് ചൈതന്യ ഭാഷണം എന്ന് പറയുന്നത്. വീണ്ടും സൗമ്യ ഭാഷണമുണ്ട്. വചനം തരുന്നു, സുഭാഷിത പുസ്തകം 15-ാം അധ്യായം 1-ാം തിരുവാക്യം. സൗമ്യമായ മറുപടി ക്രോധത്തെ ശമിപ്പിക്കുന്നു, പരുഷമായ വാക്ക് കോപത്തെ ഇളക്കി വിടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു അധ്യാപിക വിദ്യാർത്ഥി ബന്ധത്തിൽ നിന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു കുഞ്ഞിനെ സ്നേഹത്തോടെ വിളിച്ച് അധ്യാപകൻ്റെ അടുത്തിരുത്തി അവൻ്റെ തെറ്റുകൾ തിരുത്തി കൊടുക്കുന്ന അധ്യാപകനെ എനിക്കറിയാം. നേരെ മറിച്ച് കുറ്റം പറഞ്ഞ് പരിഹസിച്ച് ചിലപ്പോൾ ദേഷ്യപ്പെട്ട് ഒക്കെ സംസാരിക്കുമ്പോൾ ആ ക്ലാസ് മുറിയിൽ നിന്ന് ഒരു അധോലോക നായകനെയാണ് വാർത്തെടുക്കുന്നത് പറയാൻ എനിക്ക് മടിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, സൗമ്യമായ ഭാഷണം ഒന്ന് ചേർത്ത് പിടിച്ച്, ചില അമ്മമാരൊക്കെ കുട്ടികളെ തല്ലിക്കഴിയുമ്പോൾ ചേർത്ത് പിടിച്ച്, മോളെ സാരില്ല കേട്ടോ, നീ ഉണ്ണിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെ തല്ലിയെന്നൊക്കെ പറഞ്ഞ് അവിടെ തലമുടിയിൽ തഴുകി തലോടി അടിച്ച ആ വടിവിൽ തലോടിക്കൊണ്ട് നല്ല മിടുക്കിയായി തീരണമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവരെ സൗമ്യതയോട് പെരുമാറിയ എത്രയോ മാതാപിതാക്കന്മാരാണ് ഈ ശുശ്രൂഷയെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഔചിത്യ ഭാഷണമുണ്ട്. ഔചിത്യ ഭാഷണം. സുഭാഷിത പുസ്തകം 25-ാം അധ്യായം 11-ാം വാക്യം. ഉചിതമായ വാക്ക് വെള്ളിത്തകിടിൽ കൊത്തിവെച്ച ആപ്പിൾ പോലെയാണ്. ഉചിതമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടണം, സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കണം, ഉപദേശിക്കേണ്ടത് ഉപദേശിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഔചിത്യപൂർണമായ ഭാഷണം ഉണ്ടാകുന്നത്. ഔചിത്യം തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം തകരാറിലായില്ലേ മക്കളെ? അതുകൊണ്ട് ഔചിത്യപൂർണമായി സംസാരിക്കാനും പെരുമാറാനും കഴിയുമ്പോഴാണ് ഹൃദ്യമായ സ്നേഹം നമ്മിൽ വളരാൻ സഹായമായി തീരുന്നത്. മറ്റൊന്നാണ് മൃദുലമായ ഭാഷണം. മൃദുലമായിട്ട് സുഭാഷിതം 25:15 നാം വായിക്കുന്നു, മൃദുലമായ നാവിന് കടുത്ത അസ്ഥികളെ ഉടയ്ക്കുവാനുള്ള കരുത്തുണ്ട്. കഠിനമായ ഹൃദയങ്ങളെ ഉരുക്കി വാർത്തെടുക്കാനുള്ള കഴിവുണ്ട് മൃദുലമായ ഭാഷണം ചെയ്യുന്നവർക്ക്. യേശു അങ്ങനെയാണ് പാപികളെ നേടിയത്. അവരോട് ദേഷിക്കുകയോ കോപിക്കുകയോ അല്ല ചെയ്തത്. യേശു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് പറഞ്ഞില്ലേ, മകളെ പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. മോളെ പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. ഈശോ പറഞ്ഞു, അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന്. മൃദുലമായ ഭാഷണം കൊണ്ടാണ് പാപികളെ മാനസാന്തരപ്പെടുത്താൻ സാധിക്കുക, ദുർമാർഗികളെ നല്ല പാതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക. സുഭാഷിതം 16:24 നാം വായിക്കുന്നു, ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്, അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യവും നൽകുന്നു. ചിലരുടെ കൂടെ സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സൊക്കെ റീഫ്രഷ് ആവുന്നത് ചില അച്ഛന്മാർ, അതുപോലെ തന്നെ ചില സാമൂഹിക നേതാക്കന്മാർ ഒക്കെ കടന്നു വരുമ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കാറുണ്ട്, ജെറൂസലമിൽ കാല് കുത്തുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് അച്ഛോ. ഇവിടെ ഏതെങ്കിലും അച്ഛന്മാരെ കണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു പോകുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നോ. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ വലിയ അഭിമാനം തോന്നാറുണ്ട്. ദൈവത്തോട് ഞാൻ നന്ദി പറയാറുണ്ട്. അവസാനമായി സദ്ഭാഷണം. പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 16-ാം തിരുവാക്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു, നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. നല്ല വാക്ക് വിലയറ്റ സമ്മാനത്തെ പോലും അതിശയിപ്പിക്കുന്നു എന്ന്.
നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു പാവപ്പെട്ടവൻ, ഒരു പക്ഷെ നമ്മുടെ വീട്ടിൽ ഒന്നുമില്ലായിരിക്കാം, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞുകൊണ്ട് കൈനീട്ടുന്ന ആ പാവപ്പെട്ടവൻ്റെ മുമ്പിൽ ചോറൊക്കെ വിളമ്പിക്കൊടുത്ത് ആശ്വസിപ്പിച്ച് പോകുന്ന സമയത്ത്, ഒന്നുമില്ലാട്ടോ മോനെ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞയക്കുന്ന എത്രയോ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. സഹായം തേടി കടന്നു വരുമ്പോൾ ഒന്നുമില്ലെങ്കിലും സ്നേഹം നിറഞ്ഞ വാക്കോടുകൂടി പറഞ്ഞയക്കുന്ന അധികാരികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുടുംബനാഥന്മാരെ കണ്ടിട്ടുണ്ട്, വൈദികരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വചനം പഠിപ്പിച്ചു തരുന്നത്, നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊന്നും ആർക്കും കൊടുക്കേണ്ട. സ്നേഹത്തിൻ്റെ ഒരു വാക്ക്, ഒരു സദ്ഭാഷണം, അല്പസമയം സ്നേഹത്തോട് കൂടിയിട്ട്. നമ്മൾ ചിലപ്പോൾ കാണാറുണ്ടല്ലോ, എന്തെങ്കിലും സ്നേഹമില്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ചില കാര്യങ്ങൾ. എന്നാൽ സ്നേഹത്തോട് കൂടിയിട്ട് ഒരു 10 രൂപയാണ് വെച്ച് കൊടുക്കുമ്പോൾ ഒരു പുഞ്ചിരിയും സമ്മാനിച്ചുകൊണ്ട് കടന്നു പോകുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, പലതരത്തിലുള്ള സംഭാഷണ രീതിയെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ സംസാരിച്ചത്. മധുര ഭാഷണം, കാരുണ്യ ഭാഷണം, ചൈതന്യ ഭാഷണം, സൗമ്യ ഭാഷണം, ഔചിത്യ ഭാഷണം, മൃദുല ഭാഷണം, സദ്ഭാഷണം. 7 തരത്തിലുള്ള സംസാര രീതികൾ. സംഭാഷണത്തിലൂടെ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാമെന്ന് ഈശോ ദിവ്യകാരുണ്യത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. 141 സങ്കീർത്തനം 3 വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിൽ കാവലായിരിക്കണമേ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, പല വിധത്തിലുള്ള നമ്മുടെ സ്നേഹങ്ങൾ അകന്നുപോയത്, നമ്മുടെ ബന്ധങ്ങൾ മുറിഞ്ഞു പോയത്, നമ്മുടെ ആത്മീയമായി വളരാൻ സാധിക്കാത്തതിൻ്റെ ഒരേ ഒരു കാരണം, മധുരമായ ഭാഷണം എവിടെ വെച്ച് നിനക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. മധുരമായ ഭാഷണം എവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോയതാണ്. നമ്മൾ സംസാരിക്കും, മറ്റുള്ളവരെ വ്രണപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കും. നമ്മൾ സംസാരിക്കും, മറ്റുള്ളവർക്ക് വേദന ഉളവാക്കുന്ന സംസാര രീതികൾ നമ്മുടെ അധരത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളൊരു തീരുമാനമെടുക്കണം. വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞാനമുള്ളവനാണ്. ഏത് സമൂഹത്തിൽ നിന്ന് സംസാരിക്കുമ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും വാക്കുകളെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ ദൈവത്തിൻ്റെ കൃപയുടെ കീഴിലാണ് ജീവിക്കുന്നത്. തെറ്റ് ചെയ്യുമ്പോൾ ശാസിക്കാം, തിരുത്താം. എന്നാൽ വചനം നമ്മോട് പറയുന്നു, വാക്കുകൾ നീ നിയന്ത്രിച്ച് ഉപയോഗിക്കണം. ചില വാക്കുകളൊക്കെ വേണമെങ്കിൽ 2 തല്ലിക്കോട്ടെ അച്ചോ, വാക്ക് മാച്ചാലും പോകാത്ത മുറിവാണച്ചോ. വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ ഭാഗ്യവാനാണ്. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണത്. വീണ്ടും വാക്കുകൾ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുള്ളവനാണ്. ഇന്ന് ഞാൻ വിതയ്ക്കുന്ന വചനം, ഇന്ന് ഞാൻ പറയുന്ന വിത്ത് അനേകം മക്കൾക്ക് നന്മ വരുത്താനായിട്ടുള്ളതാണെന്നുള്ള ബോധ്യം, വീണ്ടും വിചാരം വാക്കിനെ നിയന്ത്രിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന അനുഗ്രഹമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാവിനെ നിയന്ത്രിക്കുന്നവൻ അത് വലിയൊരു ശക്തിയാണ്. നാവിനെ നിയന്ത്രിക്കാത്തവൻ അപകടങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. ചില അവസരങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികൾക്കും കാരണമായി തീരുന്നത് നമ്മുടെ
നാവിൻ്റെ പ്രയോഗമാണ്. വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നു, സ്വന്തം നാവിനെയും അധരത്തെയും നിയന്ത്രിക്കുന്നവൻ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കും. ആത്മീയമായ ഉപദ്രവങ്ങൾ ഉണ്ടാകാം, മാനസികമായ ഉപദ്രവങ്ങൾ ഉണ്ടാകാം, ശാരീരികമായ ഉപദ്രവങ്ങൾ ഉണ്ടാകാം. സ്വന്തം നാവിനെയും അധരത്തെയും നിയന്ത്രിക്കുന്നവൻ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കും. ഇത്ര വലിയ രക്ഷയും ഇത്ര വലിയ സൗഭാഗ്യവും നമുക്ക് പ്രദാനം ചെയ്യുന്ന ഈ സംസാരത്തെ നിയന്ത്രിക്കുവാൻ, ദൈവകൃപയുടെ കീഴിലാക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ തിരുവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് ഓരോരുത്തരും പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ മക്കളെ അനുഗ്രഹിക്കും, നിന്നെ വലിയൊരു ജനതയാക്കി മാറ്റും, നീ ഒരു അനുഗ്രഹമായി മാറും. എങ്ങനെയെങ്കിൽ മധുര ഭാഷണം നിന്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായി തീരുമെങ്കിൽ. ഇന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം, കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കുപ്പി കണ്ണുകൾ അടച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ നാവിനും എൻ്റെ അധരത്തിനും നീ കാവലായിരിക്കണമേ. നിന്റെ തിരുഹിതമനുസരിച്ച് സംസാരിക്കുവാനും നിന്റെ തിരുവിഷ്ടം നിറവേറ്റുവാനും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളെയും, എല്ലാ യുവജനങ്ങളെയും, എല്ലാ ദമ്പതികളെയും, എല്ലാ ഏകസ്ഥരെയും, എല്ലാ അധികാരികളെയും നിന്റെ കരത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.